പാപ്പ, ഇതാണ് ബേബിച്ചായൻ. ഇത് ബേബിച്ചായന്റെ ഭാര്യ തങ്കമണി ചേച്ചി. ഞാൻ വീരാൻകുട്ടി. ഒരുപാട് നന്ദിയുണ്ട്, കടപ്പാടുമുണ്ട്. നമ്മളെ കുട്ടിയൊക്കെ അഭയം കൊടുത്തേന്. നിങ്ങൾ അവറ്റങ്ങൾ അന്നം മുടക്കിയിട്ടില്ലല്ലോ. ദാസമാനെ, പത്തനേവാ, അയ്യപ്പോ, വരി വരി, ആ എല്ലാവരും വരി. ഇതാരാന്ന് മനസ്സിലായോ? ഇത് ബേബിച്ചൻ, നമ്മളെ പിള്ളേരൊക്കെ. ഇത് ബേബിച്ചന്റെ ഭാര്യ തങ്കമണി. ഞാൻ രാഘവന്റെ അച്ഛൻ പീതാംബരൻ. ഇത് ദീപുവിന്റെ ചേച്ചി അനിയത്തിയ. അച്ഛനും അമ്മയില്ല. എന്താണ് ഇതൊക്കെ? ആരോടൊന്നും പറയാതെ നീയൊക്കെ എങ്ങനെ കളിച്ചും ചിരിച്ചും? ഈ ഗ്രാമം ഗാന്ധിപുരം. സത്യത്തിൽ ഇതൊരു ഗ്രാമമല്ല, സർക്കാർ ഭൂമിയാ. ഞങ്ങൾ കുടിയേറ്റക്കാരും. ഞങ്ങൾക്കും കിടപ്പാടും തൊഴിലൊക്കെ ഉണ്ടായിരുന്നു. ബാലരാമപുരക്കാരെക്കാളും മികച്ചമുണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്ന് പോലും ഞങ്ങൾക്ക് പട്ടുസാരിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. കൊല്ലങ്കോടിനടുത്ത് ഗ്രാമപുരം, അതായിരുന്നു ഞങ്ങളെ ഗ്രാമം. അതിസമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും തൃപ്തരായി പട്ടിണി കൂടാതെ ജീവിച്ചു പോന്നവരായിരുന്നു ഞങ്ങൾ, അയാൾ വരുന്നത് വരെ. ആരാ അയാള്? കുണ്ടുകുഴി ഈപ്പൻ, ഇപ്പോഴത്തെ മലയിലെ ഈപ്പൻ. ബാക്കി അറിയാം. എല്ലാരും കൂടെ ലോൺ എടുത്ത് നെയ്ത്തുശാല തുടങ്ങുന്നു. ഈപ്പൻ ചതിക്കുന്നു. ചതിച്ചത് ഈപ്പൻ മാത്രമല്ല സാറേ, ഈപ്പനേക്കാൾ ഞങ്ങൾ അന്ന് വിശ്വസിച്ചത് കുട്ടപ്പനെ, അറക്കളം കുട്ടപ്പനെ. എന്താ സാറേ? ചതിച്ചത് ഈപ്പനാണെന്ന് പറഞ്ഞൊഴിയാൻ കുട്ടപ്പന്റെ മകന് അവകാശമില്ല. അറക്കളം കുട്ടപ്പന്റെ മകനാണ്. അപ്പന്റെ പാപം മകൻ വഹിച്ചേ പറ്റൂ. കുട്ടപ്പൻ തന്നെയാ ഞാൻ. അങ്ങനെ നോക്കുമ്പോ നിങ്ങളെ ചതിച്ച ഞാനാ. അതുകൊണ്ട് ഞാൻ തന്നെ അതിനൊരു പരിഹാരം കാണും.